നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനെതിരെ റയൽ സോസിഡാഡ് മികച്ച പ്രകടനമാണ് നടത്തിയത്, ഒരു സംശയവുമില്ല. പക്ഷേ റയൽ മാഡ്രിഡ് വിജയിച്ച് കയറി 2-0 വിജയം. അതിലിപ്പോൾ ഒരു പെനാൽറ്റി അല്ല എന്ന തരത്തിലുള്ള വിവാദം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. എന്തൊക്കെയായാലും റയൽ മാഡ്രിഡിനെതിരെ സോസിഡാഡ് നടത്തിയ പ്രകടനത്തെ അഭിനന്ദിക്കുന്നുണ്ട് കാർലോ ആഞ്ചലോട്ടി കളിക്ക് ശേഷം പറഞ്ഞത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കളിയായിരുന്നു. പ്രോബബ്ലി ഞങ്ങൾ ഈ വിജയം അർഹിച്ചിരുന്നില്ല. കാരണം റയൽ സോസിഡാഡ് വളരെ മികച്ച പ്രകടനം നടത്തി, അവർ വളരെ നന്നായിട്ട് പുഷ് ചെയ്യുന്നുമുണ്ടായിരുന്നു. ഇതാണ് ആഞ്ചലോട്ടിയുടെ വാക്കുകൾ. കൂടാതെ ആഞ്ചലോട്ടി പറയുന്നുണ്ട്, തൻ്റെ ടീം ശരിക്കും ബുദ്ധിമുട്ടി, പ്രത്യേകിച്ച് മധ്യനിരയിൽ ഞങ്ങൾ മിഡ്ഫീൽഡേഴ്സിനെ ശരിക്കും മിസ് ചെയ്തു. അതാണ് പറയാനുള്ളത്. ബാലൻസ് കണ്ടെത്തുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. ബ്രാഹിമോണായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രകടനം ഞാൻ എന്തായാലും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബ്രാഹിം ഡയസിന് പരിക്ക് പറ്റി. അത് റയലിനൊരു തിരിച്ചടിയാണ്. എത്ര നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും എന്നതിൽ ഇനിയും ഒരു വ്യക്തതയിലെങ്കിലും ഒരു 3 മത്സരങ്ങളെങ്കിലും അദ്ദേഹത്തിന് നഷ്ടമായേക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. ഏതായാലും റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഡിഫൻസ് ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഡിഫൻസിൽ റൊട്ടേഷൻ അടുത്ത കളികൾ മുതൽ നടത്തും എന്നുകൂടി ഇപ്പോൾ കോച്ച് പറയുന്നുണ്ട്. അവരുടെ ഡിഫൻസിൻ്റെ കാര്യം, ഈ സീസണിലാകെ 6 മത്സരങ്ങൾ കളിച്ചതിൽ 4 ക്ലീൻ ഷീറ്റുകളാണ്, 2 ഗോളുകളെ കൺസീഡ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും റയൽ തുടക്കത്തിൽ പോയിൻറ്റുകൾ ഡ്രോപ്പ് ചെയ്തെങ്കിലും ഇപ്പോൾ വിജയവഴിയിലേക്ക് തിരികെ എത്തുന്നു എന്നുള്ളത് ആരാധകർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.